ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഭാഗ്യവതി എന്ന് പറയുന്നത് ഭാഗ്യവതിയാകുന്നു എന്ന് പറയുന്നത് എപ്പോഴെന്ന് അറിയാമോ? ഒരു പെൺകുട്ടിക്ക് അവളെ കെട്ടുന്ന പുരുഷൻ്റെ പണവും സ്വത്തും ഒന്നുമല്ല, അവളെ മനസ്സിലാക്കുന്ന, അവളെ സ്നേഹിക്കുന്ന ഒരു മനസ്സും ഉണ്ടെങ്കിൽ പെൺകുട്ടി ഭാഗ്യവതിയാണ്, അല്ലേ? സ്വത്തും പണവും ഉണ്ടായിട്ട് സ്നേഹവും സമാധാനം ഇല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ആവശ്യം നമ്മളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി, പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി സ്നേഹവും സമാധാനവും മനസ്സിലാക്കുന്ന ഒരാളുമായിരിക്കണം. ഒപ്പം ജീവിക്കാൻ ഒരു തൊഴിലും വേണം, ഇല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഭാഗ്യവതിയാണ്. അതല്ലാതെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. ഇതൊരു മോട്ടിവേഷനായിട്ട് എടുക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. മനസ്സിലായില്ലേ? ചില പെങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് ഒരു സമാധാനവും കൊടുക്കത്തില്ല, ഒരു സ്നേഹമോ സമാധാനമോ കൊടുക്കത്തില്ല. സഹോദരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് പ്രവർത്തിക്കും, ദുഷ്പ്രവർത്തിക്കും, കുട്ടിക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കും, കൊല്ലാനും മടിക്കില്ല പെൺകുട്ടികളെ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ആണോ അല്ലയോ? ഇന്നത്തെ പയ്യന്മാർ നമുക്കൊരു വിശ്വാസവുമില്ല, എല്ലാം ഭയങ്കര ഉടായിപ്പുകളാണ്. ചീത്ത പറയാൻ വരണ്ട, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞതാണ് കേട്ടോ. എല്ലാം ഉടായിപ്പുകളാണ്. വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരും, പിന്നേരെ നമ്മളെ കുത്തി നോവിച്ച് കരയിച്ച് മരണം വരെ കൊണ്ടുവന്നെത്തിക്കും. അതാണ് ഇന്നത്തെ പയ്യന്മാർ. കാഴ്ചയിൽ ആർക്കും ഒന്നും തോന്നില്ല. ചിലർ മൗനികളായിരിക്കും, ചിലർ ഒച്ച വയ്ക്കുന്നവരായിരിക്കും, പക്ഷേ അവരുടെ പ്രവൃത്തിയിലെ വിഷമുള്ള പാമ്പിനേക്കാൾ ഭയങ്കരമായിരിക്കും. അവരുള്ളിൽ വെച്ചായിരിക്കും പ്രവർത്തിക്കുക, പുറമേ ഒന്നും കാണിക്കുകയും പറയുകയും ചെയ്യില്ല. അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ജീവന് നഷ്ടപ്പെട്ടു പോയിരിക്കാം പെൺകുട്ടിയുടെയും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും. എന്താ ആലോചിച്ചിട്ട് പറയുക കേട്ടോ. ആൺകുട്ടികൾക്ക് എന്നോട് ദേഷ്യം വരുമായിരിക്കും, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.